ഗ്ലോബൽ സിഇഒയും നോർമൽ കച്ചവടക്കാരും നമ്മൾ വ്യത്യാസം എന്താ വെച്ചാൽ, ഇഫ് യു ആർ എ സിഇഒ ഇൻ മൈൻഡ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഗ്ലോബൽ സിഇഒ ഉണ്ടെങ്കിൽ ഡേ 1 തന്നെ അത് തുടങ്ങുന്നത് ഒരു ഗ്ലോബൽ വിഷനോട് കൂടിയിട്ടായിരിക്കും. ഡേ 1 യു വിൽ നോട്ട് വെയിറ്റ് ടു റീച്ച് 5 years or 10 years കഴിഞ്ഞിട്ട് ബിസിനസ് സ്റ്റെക്ക് ആകുന്ന നടത്തുന്നല്ല ഗ്ലോബൽ വിഷൻ സെറ്റ് ചെയ്യുന്നത്. ബട്ട് $1 billion സിഇഒ ഡിസൈൻ ബിസിനസ് ഫോർ മൾട്ടിപ്പിൾ ജോഗ്രഫീസ്. ഒരു $1 billion സിഇഒ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനൊരു മൾട്ടിപ്പിൾ ജോഗ്രഫിയിലേക്കാണ്, മൾട്ടിപ്പിൾ എക്സ്പാൻഷനിലേക്കാണ്. ഇപ്പം ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ഇപ്പം ഞങ്ങൾ കൺസൾട്ടൻസി തുടങ്ങിയിട്ട് 2 വർഷമായി. ഞങ്ങൾ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഏകദേശം 40-ലേറെ രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 4 രാജ്യങ്ങളിലാണ് ഓഫീസോട് കൂടിയിട്ടുള്ള പ്രസൻസ് ഉള്ളത്. 4 രാജ്യങ്ങളിൽ ഇന്ത്യയിലുണ്ട്, ഖത്തറിലുണ്ട്, UAE-യിലുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് പ്രസൻസ് ഉണ്ട്, ത്രൂ പാർട്ട്ണർഷിപ്പാണ് നമുക്കുള്ളത്, പിന്നെ സൗദിയിലുണ്ട്. ഈ 4 രാജ്യങ്ങളിലാണ്. ബട്ട് വിത്തിൻ 10 years കൊണ്ട് ഇതിൻ്റെ 40 ഇരട്ടി രാജ്യങ്ങളിലേക്ക്, ആ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം തികയ്ക്കാന്നുള്ളതല്ല. ഇപ്പോൾ യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു രാജ്യത്ത് ഇരുന്ന് കൊണ്ട് തന്നെ ചുരുങ്ങിയത് 5-10 രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഓഫീസ് ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ ഒരു 100 രാജ്യത്തിലേക്കെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 40 രാജ്യങ്ങളിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ഗ്ലോബൽ ബിസിനസ് കൺസൾട്ടിങ് ഫേമാണ് ഞങ്ങൾ വിഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഡേ 1 തന്നെ ഞങ്ങൾ ആ വിഷൻ ഇടുകയും അതിലേക്ക് സ്കെയിൽ ചെയ്യുകയും അവിടെ ടീം സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. വളരെ കുറഞ്ഞ ലൈഫ് സ്പാൻ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് കമ്പാരിറ്റീവ്ലി, അതായത് ഗ്ലോബൽ ബ്രാൻഡായി ബിൽഡ് ചെയ്യപ്പെട്ട എന്നാൽ കുറഞ്ഞ സ്പാൻ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ബൈജൂസ്. ബൈജൂസ് പൊളിഞ്ഞു പോയിട്ടുണ്ട്, അത് തകർന്നു പോയിട്ടുണ്ട്. സാമ്പത്തികമായ പല പ്രശ്നങ്ങളും കാരണത്താൽ അതിൻ്റെ പിന്നീടുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആ എട്ടക്കിനുണ്ടായിരുന്ന സാച്ചുറേഷനും അതോടൊപ്പം തന്നെ അവർ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിലെ പ്രശ്നങ്ങളും, അതായത് ഫണ്ട് ആവശ്യമില്ലാത്ത കുറേ സ്ഥലത്തേക്ക് ഓവർഹെഡ് കൂട്ടുന്ന രീതിയിൽ ഫണ്ട് വലിച്ചെറിയുകയും സാച്ചുറേഷൻ ആണെന്ന് മനസ്സിലാക്കാതെ മറ്റൊരു സെഗ്മെന്റിലേക്ക് അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനൊന്നും ശ്രമിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ബിസിനസ് പൊളിഞ്ഞുപോയി. ബട്ട് ബൈജൂസിനൊരു സക്സസ് സ്റ്റോറി ഉണ്ട്, ഗംഭീരമായിട്ടുള്ളൊരു സക്സസ് സ്റ്റോറി. എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ ബിസിനസ് 10 വർഷം കൊണ്ട് ബൈജൂസിന് ബിൽഡ് ചെയ്യാൻ പറ്റി? 21 മില്യൺ ടേൺ ഓവർ ഒക്കെ ഉണ്ടായിരുന്നു. 21 ബില്യൺ ടേൺ ഓവർ വാല്യുവേഷൻ ഉണ്ടായിരുന്ന കമ്പനിയാണ് ബൈജൂസ് 2000 സമയത്തൊക്കെ. 2021 സമയത്ത് 21 ബില്യൺ USD ടേൺ ഓവർ വാല്യുവേഷൻ ഉണ്ടായിരുന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5-2 ലക്ഷം കോടി രൂപയുടെ അടുത്ത് ടേൺ ഓവർ വരുന്ന കമ്പനിയായിട്ട് മാറി. അത്തരത്തിലുള്ളൊരു കമ്പനി എങ്ങനെ കണ്ണൂരുകാരനായ ഒരാൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ഡേ 1 മുതൽ ആ ബിസിനസ് മോഡലിനെ 8 കമ്പനിയായിട്ട് സ്വിച്ച് ചെയ്ത അന്ന് മുതലേ അദ്ദേഹം അതിനെ ഗ്ലോബൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് വിഷ്വലൈസ് ചെയ്തത്. ആ വിഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് US-ലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഓപ്പറേഷൻസ് ഉള്ള, എല്ലായിടത്തും പാർട്ടിസിപ്പേഷനുള്ള, എല്ലായിടത്തും കച്ചവടം നടക്കുന്ന കമ്പനിയായിട്ട് മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ഷോർട്ട് സ്പാനിൽ ഇത്രയും വാല്യുവേഷൻ കിട്ടിയൊരു കമ്പനി വേറെ ഉണ്ടായിട്ടില്ല. പിന്നീട് അത് വളരെ പെട്ടെന്ന് ഇത്രയും വാല്യുവേഷനിലുള്ള കമ്പനി ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് പൂട്ടിപ്പോയ കമ്പനി വേറെ ഇല്ല. ബട്ട് പറഞ്ഞു വരുന്നത് അതിന്റെ പോസിറ്റീവ് സൈഡ് എടുത്തു നോക്കുക നിങ്ങൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം ദ ഡേ 1 ദേ ഹാവ് എ ഗ്ലോബൽ വിഷൻ. ഇവിടെ ഒരു വിഷൻ ഓഡിറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വിഷൻ ഓഡിറ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ജെന്യുവിൻ ആയിട്ടാണ് പറയേണ്ടത്. ഡ്രീം അല്ല, കൃത്യമായ പ്ലാൻ, ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ് വേണ്ടത്. ഇപ്പം ഞങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റിലേക്ക് ഡെവലപ്മെന്റിലേക്കാണ്, ഒരു ലക്ഷറി പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിങ്ങിലേക്കാണ് ഇപ്പം ഞാൻ 2026 കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ പ്രൊഡക്റ്റ് സോഴ്സിങ്, ഡിസൈൻ, ടീം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാധനത്തെ നമ്മൾ അടുത്തൊരു 10 ഇയറിലേക്കുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് വിഷൻ സെറ്റ് ചെയ്തിട്ടാണ് അതിലേക്കുള്ള ഒരു ഉറുപ്പ് ചെലവാക്കാൻ ശ്രമിക്കുന്നത്. കാരണം വിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്.